നെന്മാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് CPM മെമ്പർമാർ. ചൊവ്വാഴ്ച നടന്ന ഭരണസമിതി യോഗമാണ് ബഹിഷ്കരിച്ചത്. അഴിമതി ആരോപണവും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. തെരുവുവിളക്കുകൾ കത്തിക്കണമെന്നായിരുന്നു മുഖ്യ ആവശ്യം. പന്തം കൊളുത്തിയാണ് ബഹിഷ്കരിച്ചത്. വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ, മെമ്പർമാരായ രതിക രാമചന്ദ്രൻ, ഉഷ രവീന്ദ്രൻ, ദീപ വിജയകുമാർ, ഉമർ ഫാറൂഖ്, CPM ഏരിയ കമ്മിറ്റി അംഗം TG അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ഒരു വർഷക്കാലവും ഞങ്ങൾ നിരന്തരമായി തെരുവുവിളക്കുകൾ കത്തിക്കണം, നമ്മുടെ ടൗണിലെ ഹൈമാക്സുകൾ കത്തിക്കണം, നാട്ടിലാകെ ആനയും പുലിയും പന്നിയും ഇറങ്ങി വിലസുകയാണ്. ജനങ്ങൾക്കാകെ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസം അനുഭവപ്പെടുന്ന കാലമാണ്. ആ നാട്ടിലാകെ തെരുവുവിളക്കൽ സ്ഥാപിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു അനക്കവുമില്ലാതെ, ഒരു വിരൽ പോലും അനക്കാതെ ഈ പഞ്ചായത്ത് ഭരണ സംവിധാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ ഇന്ന് ഉയർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഈ നാട്ടിലെ മുഴുവൻ പേരും ഞങ്ങളോടൊപ്പം ഈ പ്രതിഷേധത്തിൽ അണിചേരണം. അതുമാത്രമല്ല, 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇനി മാസം അവസാനിക്കാൻ വെറും 3 മാസമാണുള്ളത്. ഈ ഡിസംബർ മാസം 31-ാം തീയതി മീറ്റിംഗ് കൂടിയിട്ടാണ് ഈ വർഷത്തെ പ്രൊജക്റ്റുകൾ അംഗീകരിക്കാൻ പോകുന്നത്. ഇനി 3 മാസം കൊണ്ട് ചുരുങ്ങിയ പ്രൊജക്റ്റുകൾ എങ്ങനെ ഇവർ പണി കഴിപ്പിക്കുന്നതൊരു ഫലമില്ല. ബുധനാഴ്ച മുതൽ എല്ലായിടത്തും തെരുവുവിളക്കുകൾ കത്തിക്കാൻ തീരുമാനമെടുത്തിരുന്നു. ഇതറിഞ്ഞ ഉടനെയാണ് വികസന പ്രവർത്തനം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കാൻ പ്രതിഷേധവുമായി CPM രംഗത്ത് വന്നതെന്ന് പ്രസിഡന്റ് പ്രഭിത ജയൻ പറഞ്ഞു. ഞാൻ ഇന്നലെ ലേറ്റുകാരായിട്ട് സംസാരിച്ചു. അതിൻ്റെ മുൻപ് 3 ദിവസം മുൻപ് അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് തിങ്കളാഴ്ച ലേറ്റ് ഇടാൻ വേണ്ടിയുള്ള സംവിധാനം പറഞ്ഞപ്പോൾ തിങ്കളാഴ്ച ലൈറ്റുകളെല്ലാം കൊണ്ടുവന്ന് ബുധനാഴ്ച തൊട്ട് നമ്മൾക്ക് എല്ലാവരുടെയും ഇടാമെന്നൊരു ഉറപ്പ് കിട്ടിയതും ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ലൈറ്റുകാരെ കൊണ്ട് വൈസിനെ ഞാൻ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. വാർഡിലുള്ള മെമ്പർമാരെല്ലാവരും ലൈറ്റുകൾ കത്തിക്കേണ്ട പോസ്റ്റുകൾ ശ്രദ്ധിച്ചു വയ്ക്കുവാനും ആ ശ്രദ്ധിക്കുന്ന അടിസ്ഥാനത്തിൽ ഈ ലൈറ്റ് ഇടാൻ വരുന്ന ആളുകളെ വിളിച്ചു കൊണ്ടുപോയി ലൈറ്റ് ഇടുവാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി അറിഞ്ഞ വൈസ് പ്രസിഡൻറ്റും അതുപോലെ മെമ്പർമാരും ഇന്ന് മനഃപൂർവ്വം വന്ന് ബോർഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ഇവരുടെ ഉദ്ദേശങ്ങൾ മൊത്തം എല്ലാ മീറ്റിങ്ങുകളിലും എന്താണോ ഞങ്ങൾ മുൻകൂട്ടി ചെയ്യുന്നത് ആ ദിവസങ്ങളും ആ സമയങ്ങളും കണക്കിലെടുത്തി ഇവർ സമരം നടത്തിയിട്ട് ഇവരാണ് അത് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുക മാത്രമാണ് ഇവരുടേതായ അജണ്ട. UTV ന്യൂസ്, പാലക്കാട്.